നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഈ ആഭ്യന്തര വകുപ്പിന്റെ പേര് മാറ്റിയിട്ട് ഇടിയൻ വകുപ്പ് എന്ന് വല്ലതും ആക്കുന്നത് നന്നായിരിക്കും. കാരണം കയ്യിൽ കിട്ടുന്നവരെ എല്ലാം ഇടിച്ചു പിഴിയുന്ന ഒരു നയമാണ് പോലീസുകാരുടേതെന്ന് അവർ തന്നെ അങ്ങ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ പോലീസിന്റെ മർദ്ദനത്തിനെതിരെ ഒരുപാട് വിഷയങ്ങൾ പുറത്തേക്ക് വന്നതാണ്. വലിയ വിവാദങ്ങൾ, കസ്റ്റഡി മർദ്ദനത്തിന്റെ പേരിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായി നിൽക്കുകയാണ്. എന്നിട്ടും ആഭ്യന്തര മന്ത്രി ഇതിലൊന്നും ഇടപെടാൻ പോലും തയ്യാറായിട്ടില്ല. ശത്രുക്കളെ കയ്യിൽ കിട്ടിയാൽ അതിപ്പോൾ ആരെന്നില്ല, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്, KSUകാരെയൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇടിച്ച് നട്ടലൊടിക്കുന്ന ഒരു സമീപനം പോലീസിന്റെ കയ്യിലിരിപ്പ് വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയം. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ചർച്ച നടത്താനോ വാർത്ത കൊടുക്കാനോ തയ്യാറാകുന്നില്ല. അവർക്കൊക്കെ ഇപ്പോൾ തിടുക്കം രാഹുൽ വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഗർഭക്കേസ്. അതിൽ ക്രൈംബ്രാഞ്ചിന് റൂട്ട് മാപ്പ് ഇട്ട് കൊടുക്കുന്നത് ചില മാധ്യമങ്ങളാണല്ലോ. അപ്പോൾ അവർക്ക് അതിന് പിന്നിൽ പോയിരിക്കുന്നത് കൊണ്ട് ഇവിടെ താല്പര്യമില്ല. ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണല്ലോ, അതുകൊണ്ട് ചർച്ച ആവശ്യമില്ല എന്നുള്ളൊരു നയമായിരിക്കും അവർക്ക്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എത്ര ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഒരു തറ ഗുണ്ടകളുടെ ലെവലിലേക്കാണ് ഇവിടുത്തെ കാക്കിയിട്ട പോലീസ് എത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം KSUക്കാരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതും തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതുമൊക്കെ തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെ കറുത്ത തുണി തലയിലൂടെ ഇട്ട് കൈ പിറകിലേക്ക് കെട്ടി കൊണ്ടുപോകുന്ന പോലെ കൈവിലങ്ങൊക്കെ ഇട്ട് കൊണ്ടുപോവുകയാണ്. മജിസ്ട്രേറ്റും ഇത് കണ്ടതോടെ ചോദിക്കുകയാണ് എന്തുവാ ഇതെന്ന്. ഉത്തരവില്ല പോലീസുകാർക്ക്. അപ്പോൾ ഈ ഒരു വിഷയം ഇത് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആഭ്യന്തര മന്ത്രി ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എത്രയോ കാലങ്ങളായി പോലീസുകാർക്കെതിരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ഈ ഇടിയൻ മുറയ്ക്കെതിരെ വന്നിട്ടും ഈ പണ്ടത്തെ കുട്ടൻപിള്ള പോലീസിൻ്റെ ഒരു മൂന്നാം മുറയുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. പിന്നെ സിനിമകളിലൂടെ കണ്ടൊരു പരിചയമുണ്ട്. ആ ഒരു ഭാവമാണ് ഇപ്പോഴത്തെ ചില പോലീസുകാർക്ക്, എല്ലാവർക്കുമല്ല ചില പോലീസുകാർക്ക്. ആ ചില പോലീസുകാരെ അവർക്കെതിരെ ഇനിയെങ്കിലും ആഭ്യന്തരമന്ത്രി നടപടിയെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ പോലീസുകാരെ ജനങ്ങൾ കൈവയ്ക്കുന്ന സമയം അത്ര വിദൂരമല്ല. പ്രധാനമായിട്ടും അതിൽ പറഞ്ഞ ഇടിവീരൻ ഷാജഹാൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസറാണ് ഇത്രയും പിടിച്ചു കൊണ്ടുപോയതെന്ന് പറയുന്നത്. അദ്ദേഹം തന്നെയല്ലേ സുജിത്ത് കേസിലും ഇതേപോലെ തന്നെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു കൂട്ടം പോലീസുകാർ മർദ്ദിച്ച VS സുജിത്ത് ഉണ്ടല്ലോ, സുജിത്തിനെ ആക്രമിച്ച അതിന് നേതൃത്വം കൊടുത്ത ഈ ഷാജഹാൻ പോലീസ് തന്നെയാണ് ഇവിടെ ഈ KSU പിള്ളേരെ തുണിയൊക്കെ തലയിലിട്ട് മറച്ച് മറ്റേ ഇതിലെ തീവ്രവാദികളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയത്. ചേലക്കരയിലെ KSU SFI സംഘർഷത്തിനെ തുടർന്നിട്ടാണ് അറസ്റ്റ് ഉണ്ടായത്. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് അടക്കമുള്ള പ്രവർത്തകരെ തല മൂടിക്കെട്ടി കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിലാണ് ഇതുപോലൊരു രൂക്ഷ വിമർശനം ഉണ്ടാകുന്നത്. KSU പ്രസിഡന്റ് അലോഷ്യസ് സേവർ ആണ് ഇതിനെതിരെ ഏറ്റവും വലിയ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിലെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പറയുന്നു. കൊടും ക്രിമിനലുകളെ ഹാജരാക്കുന്നത് പോലെ വിദ്യാർത്ഥി നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. കാരണം ഇവരൊരിക്കലും കൊടും ക്രിമിനലുകളല്ല, വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥി നേതാക്കന്മാരാണ്. അവിടെ അവർ തമ്മിലുണ്ടായ സംഘടനമാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്, ഈ SFIക്കാരെ എന്തുകൊണ്ട് ഇതുപോലെ തുണി മറച്ചു കൊണ്ടുപോയില്ല? SFIയും KSUവും തമ്മിലാണ് അവിടെ അടി ഉണ്ടായതും സംഘർഷം ഉണ്ടായതും. പക്ഷേ SFIക്കാരെ മറ്റേ എടുത്ത് താലോലിച്ച് കൊണ്ട് നടക്കുന്ന പോലീസിനെയും തൊട്ടിപ്പുറത്ത് KSUക്കാരെ തീവ്രവാദികളാക്കിയ പോലീസിനെയുമാണ് നമ്മൾ കാണുന്നത്. തീവ്രവാദികളെ കയ്യിൽ കിട്ടിയാൽ പോലും പോലീസ് ഇങ്ങനെ ചെയ്യത്തില്ല. ബഹുമാനമായിരിക്കും, വരൂ ഇരിക്കൂ ചായ കുടിക്കൂ എന്നൊക്കെ ആയിരിക്കും. അപ്പം മാന്യതയുടെ എല്ലാ സീമകളും ലംഘിച്ചിരിക്കുകയാണ് പോലീസ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. കുന്നംകുളം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുന്നതിന് ചുക്കാൻ പിടിച്ച ഷാജഹാൻ തന്നെയാണ് ഈ ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. സുജിത്ത് വിവാദം കത്തുന്നതിൽ ഷാജഹാനുണ്ടായ വൈരാഗ്യമാണ് ഇതിന് കാരണം എന്നുള്ളതാണ് KSU ഇപ്പോൾ പറയുന്നത്. കാരണം ആ ഒരു കേസ് നിൽക്കുമ്പോൾ അതിനധികം ആളിപ്പടർത്തിച്ചത് KSU കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇനി ഇങ്ങനെ മാത്രമല്ല, നിങ്ങളുടെ ഒരുത്തനെ കിട്ടിയാലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും എന്നുള്ള
ഒരു വ്യക്തിവൈരാഗ്യം തീർക്കുന്നത് പോലെയായി ഇപ്പോൾ കോൺഗ്രസിലത്തെ ഈ വിദ്യാർത്ഥി നേതാക്കളോട് ഇപ്പോൾ ഷാജഹാൻ ചെയ്തിട്ടുള്ളത്. അതായത് ഈ കൃത്യമായി ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ വിവരം കൃത്യമായി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഷാജഹാൻ വ്യക്തി വൈരാഗ്യം തീർക്കുകയാണ് എന്നുള്ളത്. അതായത് സുജിത്തിന്റെ കേസിൽ വലിയ രീതിയിൽ പണി കിട്ടാൻ പോകുകയാണ്. സുജിത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്, നിയമ നടപടിയുമായി ഞാൻ മുൻപോട്ട് പോകും. ഈ വിഷയം കോൺഗ്രസ് ഇപ്പോൾ വലിയ രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിനെതിരെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ സമ്മർദ്ദം ഉണ്ടാക്കുകയും കേസിൽ നിന്ന് പിന്മാറാൻ സുജിത്തിന് മുന്നറിയിപ്പ് പലതവണ ഈ ഏമാന്മാർ കൊടുത്തു, ഷാജഹാന്റെ നേതൃത്വത്തിലുള്ളവർ. എന്നാൽ ഈ പൈസ കൊടുത്ത് 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു കേസിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി. എന്നാൽ അതിനൊന്നും ഈ പറയുന്ന സുജിത്ത് തയ്യാറായില്ല. സുജിത്ത് വ്യക്തമാക്കി പറഞ്ഞു, ഞാൻ നിയമ നടപടിയുമായി മുൻപോട്ട് പോകും, സർക്കാരിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ ഞാൻ കോടതികളെ സമീപിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കലിപ്പിൽ നിൽക്കുകയാണ്. ഈ സുജിത്ത് പറഞ്ഞ ഒരു കാര്യം, സസ്പെൻഷൻ കൊണ്ട് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പോലീസുകാരെ ആ ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നതിൽ ഇത് അവസാനിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല. അവരെ ഡിസ്മിസൽ, അതായത് സർവീസിൽ നിന്ന് പിരിച്ചുവിടണം, അത് ആ ഒരു നടപടിയാണ് ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് സുജിത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടാതെ കോൺഗ്രസ് വലിയ രീതിയിൽ ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി. KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഷാജഹാൻ പോലീസിന് കയ്യിൽ കിട്ടിയതാണ് ഈ പറയുന്ന പിള്ളേരെ. അതാണ് ഇപ്പോൾ അതങ്ങ് തീർത്തു, വ്യക്തിവൈരാഗ്യം തീർത്തു എന്ന് അലോഷ്യസ് പറയുന്നത്. പോലീസുകാരുടെ ഒരു അഹങ്കാരം കൂടിയായിട്ടാണ് കാണുന്നത്. കാരണം ഇത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്നെ ഇങ്ങനെ പരാതികളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ആശുപത്രിയിലാക്കുമ്പോൾ പോലും ഇതുപോലെ മുഖം മൂടിക്കെട്ടി ബാക്കിലേക്ക് കൈ കൂട്ടിക്കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടാകുമെന്നും പ്രതിഷേധം കത്തിക്കയറുമ്പോഴുമാണ് ഞങ്ങളോട് കാണിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്നുള്ളൊരു അഹങ്കാരം അവിടെ പോലീസ് കാണിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും ആഭ്യന്തര മന്ത്രി കസേരയിൽ ഉണ്ടാകുന്നത് പിണറായി തന്നെ ആകും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമായിരിക്കുമോ ഇതിന് പിന്നിലുണ്ടായിരിക്കും. അതെ, ഇപ്പൊ 3-ാം ടൈമിൽ അധികാരം കിട്ടുമെന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം തൊട്ടിപ്പുറത്ത് കോൺഗ്രസ് വലിയ പാതാള കുഴിയിൽ കിടക്കുകയാണ്. അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. രാഹുൽ വിഷയത്തിൽ പല തട്ടിലാണ് കോൺഗ്രസ്സുകാർ. അങ്ങനെ ചിന്നിച്ചിതറ കിടക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടാൻ പോകുന്നില്ല, പിണറായി തന്നെ അധികാരത്തിൽ വരും എന്ന് ഈ പറയുന്ന കുറച്ച് പോലീസുകാർ, പ്രത്യേകിച്ച് CPM അനുകൂലികളായ പോലീസുകാർ കരുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരം അവർ കാണിക്കും. ഇത് 1-ാം പിണറായി സർക്കാരിൻ്റെ കാലം തൊട്ട് ഈ പോലീസിനെതിരെ വിമർശനങ്ങൾ ശക്തമാണ്. നടപടിയെടുക്കുമെന്ന് പിണറായി വിജയൻ പറയുന്നതല്ലാതെ കൃത്യമായ ഒരു നടപടി നമ്മൾ കണ്ടില്ല. അല്ലെങ്കിൽ ഈ ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ അനുയായികൾ DYFIക്കാരോട് പറഞ്ഞത് എന്താണ്? ചെടിച്ചട്ടിയും മറ്റേ ഹെൽമറ്റും ഒക്കെ ഇട്ട് KSUക്കാരെ, യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ച DYFI നടപടിയെ അവർ രക്ഷിക്കൽ പ്രവർത്തനം നടത്തിയവരാണ് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. അപ്പോൾ പോലീസിനോടും പറയും ഇത് രക്ഷിക്കൽ പ്രവർത്തനമാണ് നടത്തിയതെന്ന് വേണമെങ്കിൽ അവർ വാദിക്കും. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇനിയിപ്പോൾ പോലീസ് പറയാൻ പോകുന്ന ഒരു വിചിത്ര നിലപാട്, അവരുടെ മുഖം ആരും കാണാതിരിക്കാൻ, അവർക്കൊരു ഭാവി ഉള്ളതാണല്ലോ, മുഖം കാണാതിരിക്കുന്നതിന് വേണ്ടി അത് അവര് ഞങ്ങളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ അവരെ തല്ലേണ്ടി വരും എന്നുള്ളതായിരിക്കും. അപ്പോൾ അവരുടെ അപ്പം അത് പോലീസിന്റെ സുരക്ഷ ഒരുക്കിയതാണെന്ന് വേണേൽ പറയും. അപ്പം ഈ മുഖംമൂടി കൊണ്ട് മറച്ചത് ഈ കുട്ടികളുടെ മുഖം ആരും കാണാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണെന്ന വിചിത്ര നിലപാട്. കാരണം ഇവർ ഭരണത്തിൽ കയറിയത് തൊട്ട് പോലീസിൻ്റെയും സമീപനങ്ങൾ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് ഈ KSUവിൻ്റെ വിദ്യാർത്ഥികളോട് ഈ പോലീസ് കാണിക്കുന്ന നടപടികൾ ഈ രീതിയിലാണ്. പക്ഷേ അവിടെയും പക്ഷപാതപരമായിട്ട് പെരുമാറുന്നു. SFIക്കാരെ കിട്ടിയ ഒന്നും ചെയ്യത്തില്ല. ഈ SFIക്കാരുടെ മുൻപിൽ മാത്രം ഈ കാക്കിയിട്ട ഏമാന്മാർക്ക് നട്ടല് വളയും. അവരുടെ പോലും പഞ്ചപുച്ഛം അടക്കിയിട്ടാണ് നിൽക്കുന്നത്. ഈ SFIയുടെ ഈർക്കിലി നേതാവ് ഒന്ന് ചുമച്ചാൽ പോലും ഈ പറയുന്ന ഏമാന്മാരൊക്കെ അങ്ങ് നട്ടല് വളയ്ക്കും. പക്ഷേ ഇതിൻ്റെയും കൂടെ കലിപ്പ് SFIക്കാരോടാണ് തീർക്കുന്നത്. ഇത് SFIയുടെ വിഷയം മാത്രമല്ല, ഇതിനോടടുത്ത് തന്നെ എത്രയോ സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാരെ പോലീസ് തല്ലിച്ചതച്ചതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രായം പോലും നോക്കാതെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയും കൈകാര്യം ചെയ്ത പോലീസിൻ്റെ നടപടികൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. അതായത് കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിൽ
ഒരു 50 വയസ്സുള്ള ഒരാളെ കിട്ടിയപ്പോഴത്തേക്ക് പ്ലെയർ ഉപയോഗിച്ച് അയാളുടെ പല്ല് പറിച്ചെടുത്തു എന്ന് അയാൾ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ പറയുന്ന അനിലോ അങ്ങനെ എന്താണ് അയാളുടെ പേര്, അയാളും സുഹൃത്തുക്കളും കൂടി വഴിയിലൂടെ നടന്നു വന്നപ്പോഴത്തേക്ക് പോലീസുകാർ വണ്ടിയിൽ നിർത്തിയിട്ട് നീ കുടിച്ചിട്ടുണ്ടോടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇയാളെ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് തൊട്ടടുത്ത നിമിഷം അങ്ങ് തെറി വിളിക്കുകയാണ് പോലീസ്. അപ്പോൾ എന്തിനാണ് സാറേ തെറി വിളിക്കുന്നതെന്ന് ഈ അനിലെന്ന് പറയുന്ന ആൾ ചോദിച്ചുവെന്നും ഇത് ഇഷ്ടപ്പെടാത്ത പോലീസുകാർ അയാളെ തൂക്കി ജീപ്പിലിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നും പല്ല് പറിച്ച് കളഞ്ഞുവെന്നും അങ്ങനെ പിന്നീട് ഇയാൾക്ക് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു. ആ 3 പല്ല് മൊത്തത്തിൽ അവിടുന്ന് ഇളക്കിക്കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇങ്ങനൊരു അയാൾ പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും എന്തോ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ പോലീസുകാരുടെ വിശദീകരണം വന്നത് അങ്ങനെ ഒന്നുമേ അല്ല സംഭവം, അയാൾ മദ്യപിച്ച് പോലീസുകാരെ ചീത്ത വിളിച്ചു, പോലീസ് പിടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് കയ്യിൽ കടിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പല്ല് പറിച്ചു എന്നും പറഞ്ഞിട്ടില്ല, അയാളുടെ പല്ല് ഇളകിയിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിലിപ്പോൾ വാസ്തവം ഉണ്ടെങ്കിൽ തന്നെ അതാരെങ്കിലും വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം പോലീസിന്റെ കയ്യിലിരിപ്പ് ഇതാണ് എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എത്രയോ മർദ്ദനങ്ങളുടെ വീഡിയോകൾ പുറത്തു വന്നതാണ്. ആ കുന്നംകുളത്ത് സുജിത്തിനെ മർദ്ദിച്ചത് ഇടിച്ചു പിഴിഞ്ഞു എന്ന് വേണം പറയാൻ, ഇഞ്ചപരുവമാക്കി ആ ചെറുപ്പക്കാരനെ. എന്നിട്ട് പോലീസ് അവരുടെ ധാർഷ്ട്യവും വൈരാഗ്യവും ഇതുവരെ തീർന്നിട്ടില്ല. ഇനിയും സുജിത്തിനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ തല്ലും എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. അപ്പോൾ ഈ വിഷയത്തിലൊന്നും കൃത്യമായ ഒരു പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അതിന് അവർക്ക് സമയമില്ല. അവർക്കിപ്പോൾ സമയമുള്ളത് ഗർഭത്തിന്റെ പുറകെ പോകാനും തമ്മിലടിക്കാനും, ഒരു ഗർഭത്തിന്റെ പേരിൽ കിടന്ന് തമ്മിലടിക്കുക, നേതാക്കന്മാർ ചേരി തിരിഞ്ഞ് അടി നടത്തുക, ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളുടെ കാര്യം മുൻപ് നമ്മൾ പറഞ്ഞല്ലോ, അവർക്കും ഈ ഗർഭത്തിന്റെ പിന്നാലെയാണ് പോകാൻ. അപ്പോൾ ഈ വിഷയങ്ങളിലൊന്നും ഒരു ഇടപെടൽ നടത്താൻ എന്തുകൊണ്ട് ആരും തയ്യാറാകുന്നില്ല? ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ഇനിയും ഇതുപോലെ എത്ര കുട്ടികൾ മർദ്ദനത്തിന് ഇരയാകേണ്ടി വരും? പോലീസുകാരുടെ കൈത്തരിപ്പ് തീർക്കാനുള്ളതാണോ കേരളത്തിലെ ചെറുപ്പക്കാർ, അല്ലെങ്കിൽ ഇവിടുത്തെ മനുഷ്യന്മാർ? ഇതെല്ലാം ഈ സാധാരണക്കാരൻ്റെ നെഞ്ചത്തോട്ടാണ് ഈ പോലീസുകാർ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. ഈ വിഷയം, അതായത് ഈ പോലീസുകാർക്കെതിരെയുള്ള വിവാദങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയായതോടുകൂടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്, ഉമേഷ് വള്ളിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹം മറ്റേ ആറന്മുള AR ക്യാമ്പിലെ പോലീസുകാരനാണ്. കൃത്യമായി ഈ പോലീസിനുള്ളിൽ ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ആ പോലീസുകാരൻ വെട്ടിത്തുറന്ന് പറഞ്ഞത്. പോലീസിന്റെ ഗുണ്ടാ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയതിന്റെ പേരിൽ സസ്പെൻഷൻ കിട്ടി. അതായത് പോലീസുകാർക്കുള്ളിലെ ക്രിമിനലുകളെ തുറന്നു കാട്ടിയതിന് സസ്പെൻഷൻ അടിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ആനുകൂല്യങ്ങളെല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ്, ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മേലുദ്യോഗസ്ഥർ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആ പോലീസുകാരൻ പറയുന്നുണ്ട്, ഇവർ രാഷ്ട്രീയ പിൻബലം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പോലീസുകാർ ഇത്തരത്തിൽ അഴിഞ്ഞാടുന്നതെന്നും കാക്കി ഇട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൈത്തരിപ്പാണ് ഇവർ തീർക്കാൻ ചെല്ലുന്നതും എന്നും ഉമേഷ് വള്ളിക്കുന്ന് വ്യക്തമാക്കിയതാണ്. ഇതുപോലെ ഇതൊക്കെ സഹിച്ച് സത്യസന്ധരായിട്ടുള്ള കുറേ പോലീസുകാരുണ്ട്. അവരാണ് ഈ മൊത്തം പഴി കേൾക്കുന്നത്. ഈ പോലീസ് സേന ഒന്നാകെ നാണം കെട്ട് നിൽക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും പറയാറുള്ളതാണ് ഇന്ത്യയിലെ നമ്പർ 1 പോലീസാണ് എന്ന്. ശരിയാണ്, നമ്പർ 1 പോലീസാണ്. പക്ഷേ അവരെ ഈ പാർട്ടിയുടെ കീഴിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ AKG സെൻറ്ററിലെ റെഡ് വോളണ്ടിയർമാരുണ്ടല്ലോ, അവരുടെ കണക്കാണ് കേരള പോലീസിൻ്റെ ഒരു അവസ്ഥ. കൃത്യമായി അവർക്ക് സത്യസന്ധമായി ജോലി ചെയ്യാൻ കഴിയുന്നില്ല. ഈ പോലീസുകാരിലെ ഗ്രൂപ്പിസം, അതുപോലെ തന്നെ ഈ CPM അനുകൂലികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് എല്ലാം തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും. അവരെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൂടാതെ ഈ പോലീസിനകത്ത് തന്നെ ഗുണ്ടാ ബന്ധമുള്ള പോലീസുകാർ, ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്ന പോലീസുകാർ, ബലാത്സംഗ കേസിൽ പ്രതികളായിട്ടുള്ള പോലീസുകാർ, സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതിൽ പ്രതികളായിട്ടുള്ള പോലീസുകാർ, അത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള എത്രയോ പോലീസുകാരുടെ വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. എന്നാൽ ഇക്കാലയളവിൽ എത്ര പേർക്കെതിരെ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഇതിനു മുൻപ് വലിയ രീതിയിൽ വിമർശനങ്ങൾ ശക്തമായപ്പോൾ നടപടിയെടുത്തത് റോഡ് സൈഡിൽ നിന്ന് മാങ്ങ മോഷ്ടിച്ച ഒരു സിവിൽ പോലീസുകാരനെ ഡിസ്മിസ് ചെയ്തതാണ്. അല്ലാതെ ഈ അതായത് ഇങ്ങ് താഴെ കിടക്കുന്ന ഉദ്യോഗസ്ഥർ അവരെയാണ് മിക്കപ്പോഴും ഇരകളാക്കുന്നത്. ഈ മുകളിലിരിക്കുന്നവർ, അതായത് ഈ എല്ലാം പോലീസ് മേധാവി
റവാഡയ്ക്ക് പോലും ഒരു റോളുമില്ല, വെറുതെ ആ കസേരയിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. CPM അനുകൂലികളായിട്ടുള്ളവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും. മുഖ്യമന്ത്രിയുമായിട്ട് ആക്സസ് ഉള്ളത് അവർക്ക് മാത്രമാണ്, പോലീസ് മേധാവിക്കില്ല. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, ഇതിനെ ഒരു മാഫിയ സംഘം കയ്യിലെടുത്തു എന്നുള്ളത്. അത്രത്തോളം അധപ്പതിച്ച് കിടക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഇത്തരത്തിലെ ഭീതിതമായ ഒരു കാഴ്ച കാണുന്നത്. ചിലപ്പോൾ തോന്നുമായിരിക്കും, എന്താണ് തല മൂടിക്കെട്ടി അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അങ്ങനെ മാനുഷിക അതായത് കുറ്റകൃത്യങ്ങൾ, കൊടും ക്രിമിനലുകളെ പോലും കൈവയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഇപ്പൊ അങ്ങനെ കൊണ്ടുപോയതുപോലെയാണ് ഈ ചെറുപ്പക്കാരെ കൊണ്ടുപോയത്. എന്നിട്ടും ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്താൻ ഇവിടുത്തെ ആർക്കും കഴിയുന്നില്ല. അതിനൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. അതായത് ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞു കിടക്കുകയാണ് എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവൊന്നും വേണ്ട. ചില കോൺഗ്രസ്സുകാരൊക്കെ ഈ വിഷയത്തിലൊക്കെ 1-2 വരി കുറിപ്പിടുന്നുണ്ട്. നിങ്ങൾ ഈ ഫേസ്ബുക്കിൽ 2 വരി കുറിപ്പിട്ടത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനിയും നിങ്ങളുടെ ആൾക്കാരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അത് ഈ രാഷ്ട്രീയക്കാരെ മാത്രമല്ല, ഈ അടുത്തിടയ്ക്ക് ഹെൽമറ്റ് വെക്കാതെ പോയതിന് ഒരു ചെറുപ്പക്കാരനെ ലാത്തിക്കെറിഞ്ഞ് വീഴ്ത്തി പോലീസുകാരൻ. അയാൾ ഗുരുതര പരിക്ക് പറ്റിയ ആശുപത്രിയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളാണ് പോലീസ്. അതാ ഞാൻ മുൻപ് പറഞ്ഞത്. അവർക്ക് ഒരു അപകടം സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ അവരുടെ ജോലിയെ ബാധിക്കുമെന്നോ ഒന്നുമില്ല. എത്രമാത്രം ഗുണ്ടായുസം കാണിക്കുന്നു അത്രത്തോളം റിവാർഡുകൾ കിട്ടുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഒരു ഞങ്ങൾക്ക് എന്തും ചെയ്യാം. അച്ചടക്കം പാലിപ്പിക്കേണ്ടവർ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് നിയമത്തിന്റെ ആനുകൂല്യം നൽകേണ്ടവർ തന്നെയാണ് ആ നിയമം തെറ്റിക്കുന്നത്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച നിയമസഭ തുടങ്ങാൻ പോവുകയാണ്. നിയമസഭയിൽ കൃത്യമായി ഈ വിഷയം ഉന്നയിക്കാനെങ്കിലും കോൺഗ്രസിന്റെ MLA-മാർക്ക് കഴിയണം. കാരണം ഇത് സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. അവിടെയെങ്കിലും നിങ്ങൾക്ക് ഒന്ന് പ്രതികരിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാനുള്ള ഒരു മാനുഷിക പരിഗണനയെങ്കിലും കാണിക്കണം. കാരണം ഈ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ നിങ്ങളെയൊക്കെ ജയിപ്പിച്ചു വിട്ട് നിയമസഭയിൽ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അവിടെയെങ്കിലും ഒരു ശബ്ദം ഉയർത്താൻ ഈ പറയുന്ന കോൺഗ്രസ് തയ്യാറാകണം. പക്ഷെ തിങ്കളാഴ്ച എങ്ങനെ അതിനുള്ള സമയം കിട്ടും? രാഹുൽ വരണം എന്നുള്ളതിൽ ഇപ്പോൾ വലിയ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇത്തരം ചീള് കേസുകൾക്കൊന്നും ആർക്കും സമയമില്ല. അതാണ് കേരളത്തിന്റെ ദൗർഭാഗ്യവും. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.